എല്ലാവർക്കും എൻ്റെ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോഴത്തെ കാലത്ത് സങ്കടകരമായ ഓരോ കാഴ്ചകളൊക്കെ നമ്മൾ കാണാറുണ്ട്. പണ്ടത്തെ കാലത്തെ ഒരു വീടാണ് ഈ വീട്, കണ്ടോ? കാരണം നല്ല ഭംഗിയുള്ള സ്ഥലത്താണ് ഈ വീട് വെച്ചേക്കുന്നത്. പാറയുടെ മണ്ടയ്ക്കാണ് ഈ വീടിരിക്കുന്നത്, കണ്ടോ? ഇത് അന്നത്തെ കാലത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീടായിരുന്നു. അന്നത്തെ കാലത്ത് പൈസയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു, മക്കളെ വളർത്താൻ ബുദ്ധിമുട്ടായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു കാലമായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് ഇപ്പോൾ ആർക്കും ബുദ്ധിമുട്ടൊന്നും വലിയതായിട്ട് ബുദ്ധിമുട്ടില്ലാത്ത ഒരു വീടുകളുണ്ട്. അപ്പോൾ ഇപ്പോഴ് പറയാൻ പോകുന്നത് ഈ വീട്ടിൽ താമസിക്കുന്ന അപ്പനും അമ്മയും മരിച്ചു പോയി കഴിയുമ്പോഴുള്ളൊരു വീടാണ് ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്നത്. അനാഥയായി കിടക്കുന്നൊരു വീടാണിത്, കണ്ടോ? അത് മക്കളെ കെട്ടിച്ചിട്ട് മക്കളൊക്കെ പല വീടുകളിൽ താമസിക്കുമ്പോൾ അവരാരും ഇങ്ങോട്ട് വരാറില്ല. മാതാപിതാക്കൾ മരിച്ചു പോയാൽ പിന്നെ വരാറില്ല. അതുകൊണ്ട് വീട് അനാഥമായി കിടന്ന് ഈ വീട് നശിച്ച് ദ്രവിച്ചു പോവുകയാണ്, കണ്ടോ? ഓടുകളെല്ലാം പോയി ഇതിൻ്റെ അത് മരപ്പെട്ടിയും പന്നിയും ഒക്കെ കയറി ഇങ്ങനെ വിലസുവാണ്. അപ്പോൾ അവിടുത്തെ കുറേ കാഴ്ചയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് ഫുള്ളൊന്ന് കണ്ടു നോക്കാം. ഇത് പാറയുടെ മണ്ടയ്ക്കാണ്, അതിസുന്ദരമായ പാറയാണ്. അതിമനോഹരമായ കാഴ്ച ഈ പാറയുടെ മണ്ടയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്ത് രസകരമായ കാഴ്ചയാണെന്ന് നോക്കിക്കേ. കാരണം ഇപ്പോൾ ചൂടിൻ്റെ സമയമായതുകൊണ്ടാണ് ഈ പുല്ലുകളും പോച്ചകളും എല്ലാം ഉണങ്ങി കരിഞ്ഞ് ചുട്ട് നിൽക്കുക. ഇപ്പോൾ ഒരു തീ വീഴാമെങ്കിൽ മൊത്തം കരിഞ്ഞു പോകും. അതേ കണ്ടീഷനിലാണ് ഈ പാറപ്പുറത്തെ പോച്ചകൾ നിൽക്കുന്നത്. എന്നാൽ ഇവിടെ താമസം ഉണ്ടായിരുന്നെങ്കിൽ ഈ പോച്ചകളോ ഒന്നും ഇവിടെ കൃഷി മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. എന്നാൽ ഇപ്പം കൃഷി ചെയ്താൽ പന്നി തരുത്തേയില്ല. പന്നിയുടെ ശല്യം കൊണ്ട് നമുക്കൊരു കൃഷിയും ഇപ്പം കിട്ടാതെ പോകുന്നു. ഒരു 80-90 കൊല്ലത്തിന് മുമ്പേ ഉള്ള കാഴ്ചയിലേക്ക് നമ്മൾ പോയാൽ അന്ന് പന്നികളൊന്നുമില്ലായിരുന്നു. കൃഷി ചെയ്ത് ജീവിക്കുന്നവരുണ്ട്, അല്ലേ? അന്ന് കഷ്ടപ്പെടുന്ന പൈസയുടെ ബുദ്ധിമുട്ട്, ജോലി കുറവ്, അന്ന് എല്ലാത്തിനും ബുദ്ധിമുട്ടുള്ളവരൊക്കെ മക്കളെ വളർത്തി പഠിപ്പിച്ച് കെട്ടിച്ചൊക്കെ വിടുന്ന അന്നത്തെ ഒരു കാലമായിരുന്നു. ഇപ്പോൾ ആർക്കും പൈസയുടെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇത് വാളംപുളി അവിടെ നിൽക്കുന്ന കേട്ടോ, നിറച്ചും പുളിയാണ്. ഇത് നമ്മൾ പഴുത്ത് ഉണക്കി കുരുവെടുത്ത് കളഞ്ഞ് ഇത് വിൽക്കുന്നുണ്ട്. നല്ല കാശാണ്. ഉരുട്ടി പൊതി പോലെ ഇങ്ങനെ ഉരുട്ടി ബോണ്ട പോലാക്കി കൊടുക്കുവാണ്. ഈ സ്ഥലം എന്ന് പറയുമ്പോൾ കോലിഞ്ചിക്ക പാറയെന്ന് പറയും. ഈ പാറയുടെ മണ്ടയിലാണ് ഇങ്ങനെയുള്ള പുല്ലുകളും പോച്ചയൊക്കെ നിന്ന് ഉണങ്ങി നിൽക്കുന്നത്, കേട്ടോ. പക്ഷേ ഈ കാണുന്ന സ്ഥലത്ത് ഇവിടെ ആളുണ്ടായിരുന്നെങ്കിൽ കപ്പ കൃഷിയായിരുന്നു കൂടുതലും. കപ്പയും കണ്ണൻ ചേമ്പും ഈടി പോലെ കെട്ടി മണ്ണ് കൊണ്ട് അവിടെ ഇറക്കി നിരത്തി വളങ്ങളെല്ലാം ചെയ്ത് നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ വീട്ടിലെ ആൾ. അപ്പോൾ ഭാര്യയും ഭർത്താവും മരിച്ചു പോയതിന് ശേഷമാണ് ഈ വീടിങ്ങനെ ആരും ഇല്ലാതെ ഇങ്ങനെ കടന്ന് നശിച്ചു പോകുന്നതും. ഈ പാറപ്പുറത്ത് നമുക്ക് ഉണങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ നല്ലതായിട്ടുണ്ട്. എന്ത് രസകരമായ ഈ പാറയിൽ നമുക്ക് ഓരോ കാഴ്ചകൾ കാണാൻ സാധിക്കും. കാരണം വരുന്നവർക്കൊക്കെ ഈ പാറയുടെ മണ്ടയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കാറ്റൊക്കെ കൊള്ളുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഗതിയാണിത്. വെളിയ രാജ്യങ്ങളിലൊക്കെ വരുന്നവർക്കൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ് ഈ പാറപ്പുറം. കാരണം ഈ പാറയുടെ മണ്ടയിൽ ഇരുന്ന് ഇങ്ങനെ നിരീക്ഷിച്ച് ഇങ്ങനെ നോക്കിയാൽ ചുറ്റിനും റബ്ബർ മരങ്ങൾ, പച്ച ഇലകൾ കൊണ്ട് കൂടിയുള്ള മരങ്ങളാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയേറിയ സ്ഥലമാണ്. പണ്ടത്തെ കാലത്തെ പെരയല്ലേ ഇപ്പോൾ ഇതൊക്കെ കാണുക. നമുക്കിപ്പം കാണാനല്ല പറ്റത്തുള്ളൂ. ഇത് കാണാനല്ല പറ്റത്തുള്ളൂ. നമ്മളിനി ഇവിടെ വന്ന് താമസിക്കാൻ പറ്റുമോ? അതാണ് വല്ലപ്പോഴും വന്നിവിടെയൊക്കെ ഒന്ന് കാണാം, അത്രയേ ഉള്ളൂ. വനം പോലായി ഇവിടെ എല്ലാം. കമ്മ്യൂണിസ്റ്റ് എല്ലാം ഉണങ്ങി. ഏതാ പറഞ്ഞേ, വെയിൽ കൊണ്ടെല്ലാം ഉണങ്ങി വാടി നിൽക്കുക. ഇപ്പം തീ കത്തിക്കാമെങ്കിൽ കത്തിപ്പോവും, അതുപോലായി നിൽക്കുമോ. ആളും താമസമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വരത്തില്ല. അതെ.
ഏതാ? ഞാൻ 2 വീഡിയോ ഒക്കെ എടുക്കാൻ ചോദിച്ച് ഇറങ്ങിയതാ. ഹലോ ഗെയ്സ്, ഇതാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. ഇപ്പം ആൾതാമസമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം കാട് കയറി ഇങ്ങനെ കരിഞ്ഞുണങ്ങി കിടക്കുന്ന കണ്ടോ. ഇതാണ് ഞങ്ങളുടെ തറയുടെ മണ്ടയ്ക്കാണ്. നല്ല ഭംഗിയാണ്. നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഇവിടെ ഇരുന്ന് കാണുകയൊക്കെ ചെയ്യാം. അതിസുന്ദരമായ ദേശമാണ്, അതിമനോഹരമായ സ്ഥലമാണ്, അടിപൊളിയാണ്. ഒരു 4 മണി കഴിഞ്ഞ് അല്ലെ 5 മണി കഴിഞ്ഞൊക്കെ ഇവിടെ ഇരുന്ന് നമ്മളിങ്ങനെ കാറ്റൊക്കെ കൊള്ളാൻ അടിപൊളിയാണ് കണ്ടോ. സൂപ്പർ സ്ഥലമാണ് പാറപ്പുറം. വെയിൽ താഴുമ്പോഴേ ഉള്ളൂ ഇവിടെ സുഖമായിട്ട് നമുക്കിരിക്കാം.